എയർപോർട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് എന്ന് തോന്നി. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെലബി എന്ന് പറഞ്ഞ ടർക്കിഷ് ജയൻറ്റിനെ നമ്മൾ ഇന്ത്യൻ എയർപോർട്ടുകളിൽ നിന്നും ഒഴിവാക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ കണ്ടിരുന്നു. എനിക്ക് സെലബി എന്താണ് എന്ന് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് തോന്നി. അതേപോലെ തന്നെ എന്താണ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾ, എയർപോർട്ടിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾ. സെലബി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസാണ്. ഇത് ആക്ച്വലി ഒരു ടർക്കിഷ് കമ്പനിയാണ്. അപ്പോൾ ഈ ടർക്കിഷ് കമ്പനിയും അതേപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടർക്കിഷ് സപ്പോർട്ട് പാകിസ്ഥാന് ലഭിച്ചു എന്നുള്ള കാരണത്താൽ നമ്മൾ തുർക്കിയിലേക്കുള്ള യാത്രകളൊക്കെ പല ആളുകളും ഒഴിവാക്കുന്നു. അതേപോലെ തന്നെ തുർക്കി പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കുന്നു. ടർക്കിഷ് എയർലൈൻസിനെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ നടക്കുന്നു. അതേപോലെ തന്നെ പല സംഭവങ്ങളും നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് സെലബി എന്ന് പറയുന്ന ഈ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസിൻ്റെ എയർപോർട്ടിലെ സെക്യൂരിറ്റി ക്ലിയറൻസ് റിവോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങുന്നതൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നു. അപ്പോൾ എന്താണ് സെലബിയെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മൾ യാത്രക്കാരനായിട്ട് ഒരു എയർപോർട്ടിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ സാധാരണ കാണുന്നത് വിമാന കമ്പനികളുടെ പേരുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. കൂടിപ്പോയി എൻ്റെ ബാക്കിൽ കാണുന്ന പോലെ വോഡഫോണിൻ്റെ ലോഗോ അങ്ങനെയുള്ള പല പരസ്യങ്ങളും മറ്റൊക്കെയാണ് കാണുന്നത്. പക്ഷേ സെലബി എന്ന് പറയുന്നൊരു പേരൊന്നും നമ്മൾ അധികം ആൾക്കാർ പല സ്ഥലത്തും നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ കൊച്ചി അടക്കമുള്ള പല എയർപോർട്ടുകളിലും സെലബിയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. എയർ ഇന്ത്യ സാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ശരിക്കും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങളാണ്. നമ്മൾ പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഒരു ആസ് എ പാസഞ്ചർ നമ്മൾ അറിയാതെ പോകുന്ന പല കാര്യങ്ങളും ഒരു എയർപോർട്ടിൽ നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ എയർപോർട്ട് ഓപ്പറേഷൻസിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ സെലബി എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരു സ്ട്രോങ് ടർക്കിഷ് കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. സെലബി ഏവിയേഷൻ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു 100% ടർക്കിഷ് കമ്പനിയാണ്. 1958 ഇസ്താൻബുളിലാണ് ഈ ഒരു കമ്പനി സ്ഥാപിതമാകുന്നത്. ഇസ്താൻബുൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, തുർക്കിയിലെ ഒരു പ്രധാന നഗരമാണ്. അങ്ങനെ ഏതാനും വർഷങ്ങളായിട്ട് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് മേഖലകളിൽ, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസുകളിൽ വലിയൊരു ഭീമനായിട്ട് മാറാനായിട്ട് നമ്മുടെ ഈ ഒരു സെലബിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട ഒരു പോയിന്റ്. തുർക്കി മാത്രമല്ല, തുർക്കിയിലും അതേപോലെ തന്നെ ഇന്ത്യ, പിന്നെ ഹംഗറി, ജർമ്മനി, ടാൻസാനിയ തുടങ്ങി ധാരാളം രാജ്യങ്ങളിൽ ഈ സെലബി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച്. ഇനി എന്താണ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് ഞാൻ ആദ്യം പറയാം. ഒരു എയർക്രാഫ്റ്റ് ഒരു എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് പറക്കുന്ന സമയമുണ്ട്, അതേപോലെ പാർക്ക് ചെയ്തിരിക്കുന്ന സമയമുണ്ട്. പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്തിന് ഗ്രൗണ്ടിങ് എന്നാണ് പറയുന്നത്. ഒരു എയർക്രാഫ്റ്റ് ഒരു എയർപോർട്ടിൽ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ അവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു എയർക്രാഫ്റ്റ് ഇപ്പോൾ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന വിമാനം കൊച്ചിയിൽ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യാത്രക്കാരുടെ ബാഗുകൾ അവിടെ വിമാനത്തിൽ നിന്ന് ഇറക്കി നമ്മൾ കൺവെയർ ബെൽറ്റിലേക്ക് എത്തിക്കുന്നത് ഒരു ജോലിയാണ്. അതേപോലെ തന്നെ പുതിയ യാത്രക്കാരുടെ ബാഗുകൾ ചെക്ക് ഇൻ കൗണ്ടറുകളിൽ നിന്നും വിമാനത്തിലേക്ക് എത്തിക്കുന്നത് ഒരു ജോലിയാണ്. പിന്നെ ഈ എയർക്രാഫ്റ്റ് വന്നതിന് ശേഷം ഈ എയർക്രാഫ്റ്റ് ക്ലീൻ ചെയ്യണം, അത് വലിയൊരു ജോലിയാണ്. അതേപോലെ തന്നെ റീഫ്യൂവലിംഗ് കോർഡിനേഷൻ, ഫ്യൂവൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ബോസേഴ്സ് കൊണ്ടുവന്നിട്ട് ഈ റീഫ്യൂൽ ചെയ്യുക എന്നുള്ളത് ഒരു കോർഡിനേറ്റ് ചെയ്യുന്നൊരു ജോലിയാണ്. പിന്നെ കേറ്ററിംഗ് സപ്പോർട്ട്, അതായത് ഭക്ഷണം ലഭിക്കണമല്ലോ. അപ്പോൾ വിമാനത്തിൽ പ്രീ ബുക്ക് ചെയ്ത ആൾക്കാർക്കും അല്ലാത്തവർക്കും എല്ലാം കൊടുക്കേണ്ട ഭക്ഷണം അത് വിമാനത്തിനുള്ളിലേക്ക് കൃത്യമായിട്ട് കയറ്റുക എന്നുള്ളതൊരു ജോലിയാണ്. പിന്നെ പാസഞ്ചർ ചെക്ക് ഇൻ കൈകാര്യം ചെയ്യുക. അപ്പോൾ പല എയർലൈനുകൾക്കും പല സ്ഥലത്തും പാസഞ്ചർ ചെക്ക് ഇൻ ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ഓൺ സ്റ്റാഫുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കമ്പനികളെ അവർ ഏൽപ്പിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം എയർ ഇന്ത്യക്ക് നമുക്ക് കുവൈറ്റിലേക്ക് ആകെ ഒരൊറ്റ വിമാനം മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. ഈ ഒരൊറ്റ വിമാനം മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എയർ ഇന്ത്യ ചിലപ്പം അവരുടെ ഒറിജിനൽ സ്റ്റാഫിനെ, അവരുടെ ഓൺ സ്റ്റാഫിനെ അവിടെ ഡിപ്ലോയ് ചെയ്തൊന്നും വന്നെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികൾക്ക് അവർ അത് ഏൽപ്പിക്കും. അപ്പോൾ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളാണ് ഇത്തരത്തിൽ ചെക്ക് ഇൻ, പാസഞ്ചേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും, ആ വിമാനം അവിടെ വന്നു കഴിഞ്ഞാൽ അതിന് ടെക്നിക്കൽ കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ടേക്ക് കെയർ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഇതുപോലെയുള്ള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളായിരിക്കും. തണുപ്പുള്ള രാജ്യങ്ങളിൽ വിമാനങ്ങൾക്ക് ചിലപ്പം ഡീഐസിങ് ചെയ്യേണ്ടതായിട്ട് വരും. എക്സ്ട്രീം തണുപ്പുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ഡീഐസിങ് പ്രോസസ്സുകൾ ചെയ്യുന്നത് ഇതുപോലെയുള്ള കമ്പനികളായിരിക്കും. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിമാനത്താവളത്തിൽ ഒരു വിമാനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളാണ്. ചില കമ്പനികൾ, അതായത് ഇപ്പോൾ ഇൻഡിഗോ പോലുള്ള ചില കമ്പനികൾ അവരുടെ കാര്യങ്ങൾ അവരുടെ ഓൺ സ്റ്റാഫിനെ വെച്ച് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ പല കമ്പനികളും അവർക്ക് ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിന് വേണ്ടി ഓൺ സ്റ്റാഫുകൾ ഉണ്ടാവില്ല. ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെയാണ് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളിലൊന്നാണ് നമ്മുടെ ഇപ്പോൾ സെലബി ഉണ്ട്. അതേപോലെ തന്നെ എയർ ഇന്ത്യ സാറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ടൊരു കമ്പനിയുണ്ട്. അതിപ്പോഴും
എയർ ഇന്ത്യ എന്ന് പറയുന്നത് എയർ ഇന്ത്യ വിമാനങ്ങൾ കമ്പനിയുടെ കീഴിലല്ല എയർ ഇന്ത്യ സാറ്റ്സ്, ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് എയർ ഇന്ത്യ സാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഡിനാറ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ദുബായിലൊക്കെ ഉള്ളവർ കണ്ടിട്ടുണ്ടാവും, ഡിനാറ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ. അപ്പോൾ ഈ ഡിനാറ്റ എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഈ പറഞ്ഞ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളാണ്. അപ്പോൾ അത്തരത്തിൽ ധാരാളം രാജ്യങ്ങളിൽ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കമ്പനികളുണ്ടാവും. കാർഗോ മൂവ്മെൻറ്റ്സ്, കാർഗോ നീക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളാണ്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ ഓപ്പറേഷൻസ് ഒരു എയർപോർട്ടിലും എയർക്രാഫ്റ്റിലും റിലേറ്റഡ് ആയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ തുർക്കിഷ് ആസ്ഥാനമായിട്ടുള്ള ഒരു പ്രവർത്തിക്കുന്ന ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയാണ് നമ്മുടെ സെലബി എന്ന് പറയുന്നത്. 2009 ഈ സെലബി എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. സെലബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഇന്ത്യയിലെ സെലബി എന്ന് പറയുന്ന കമ്പനിയുടെ പേര്. അപ്പോൾ ഈ സെലബി എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ മേജർ എയർപോർട്ട്സ് ആയിട്ടുള്ള ഡൽഹി, അതേപോലെ മുംബൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൊച്ചി, അഹമ്മദാബാദ്, കണ്ണൂർ, നമ്മുടെ കണ്ണൂരും കൊച്ചിയിലും ഉണ്ട് കേട്ടോ. അങ്ങനെ പല എയർപോർട്ടുകളിലും ഈ സെലബി എന്ന് പറയുന്ന കമ്പനി അവരുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിലേക്ക് കൊണ്ടുവരാനായിട്ട് മുൻകൈ എടുത്ത് ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ ഒരു പ്രൈവറ്റ് കമ്പനി ആണെന്നാണ് പറയുന്നത്. ഇതിവർ വരുന്നതിന് മുമ്പായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന എയർ ഇന്ത്യ സാറ്റ്സ് പോലെയുള്ള പല കമ്പനികളും ഒരു പുവർലി കോർഡിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുത്തക രൂപത്തിൽ പ്രവർത്തിക്കുന്ന കുറച്ച് കമ്പനികളായിരുന്നു. മെച്ചപ്പെട്ട സർവീസുകളൊന്നും കിട്ടാത്തതായിരുന്നു. സെലബി വന്നതിന് ശേഷമാണ് പല കാര്യങ്ങളും ഡെവലപ്പായിട്ട് വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചത്. സെലബി ഇന്ത്യയിൽ ഏകദേശം 30-ലധികം എയർലൈൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. 30-ലധികം എയർലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ധാരാളം എയർലൈനുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ലുഫ്താൻസ, എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, ടർക്കിഷ് എയർലൈൻസ്, എയർ ഏഷ്യ, പിന്നെ വിസ്താര ഉണ്ടായിരുന്ന സമയത്ത് വിസ്താര മാനേജ് ചെയ്തുകൊണ്ടിരുന്ന സിൽവിയാണ്. അങ്ങനെ പല എയർലൈനുകളും ഇന്ത്യയുടെ ഓപ്പറേഷൻസ് ഈ നേരത്തെ പറഞ്ഞ എയർപോർട്ടുകളിൽ സെലബിയാണ് മെയിൻറ്റെയിൻ ചെയ്തു വരുന്നത്. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഡൽഹിയിൽ നിന്നോ കൊച്ചിയിൽ നിന്നൊക്കെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എയർപോർട്ടിൽ എവിടെയെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സെലബിയുടെയൊക്കെ ലോഗോ കാണാൻ സാധിക്കും പല സ്ഥലത്തും. പ്രത്യേകിച്ച് ഈ വിമാനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന പല ബാഗേജ് സംഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സെലബിയുടെ ലോഗോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഈ സെലബി എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനിക്ക് ടർക്കിഷ് കമ്പനിയുമായിട്ടുള്ള കണക്ഷനെ പറ്റി ഞാൻ പറയാം. ഈ സെലബി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100% സെലബി ഏവിയേഷൻ ഹോൾഡിംഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സബ്സിഡിയറിയാണ്. അതായത് ഈ ടർക്കി ആസ്ഥാനമായിട്ടുള്ള സെലബി ഏവിയേഷൻ ഹോൾഡിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു 100% സബ്സിഡിയറി കമ്പനിയാണ് ഇന്ത്യയിലുള്ള സെലബി എന്ന് പറയുന്ന കമ്പനി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കിഷ് ഏവിയേഷൻ സെക്ടറിൻ്റെ ഒരു ലെഗസിയാണ് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ ഇന്ത്യയിൽ ഇപ്പോൾ ഇതിൻ്റെ സെലബി വന്നതോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി ഈ സെലബി എന്ന് പറയുന്ന ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പല ഇന്ത്യൻ പ്രൊഫഷണൽസും തുർക്കിയിൽ പോയിട്ടാണ് ഇവരുടെ ട്രെയിനിങ്ങും മറ്റുമൊക്കെ എടുക്കുന്നത്. ഇനി അല്ലെങ്കിൽ തുർക്കിഷ് ആൾക്കാർ ഇന്ത്യയിൽ വന്നിട്ട് ഡൽഹിയിലും മറ്റുമൊക്കെ വന്നിട്ടാണ് ഈ സെലബിയിൽ ജോലി ചെയ്യുന്ന പല ഉദ്യോഗസ്ഥർക്കും ട്രെയിനിങ്ങുകളും മറ്റുമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഈ തുർക്കി ബന്ധമൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ, അത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് ഏവിയേഷൻ സെക്ടറിൽ ഈ സെലബി എന്ന് പറയുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസസ് വന്നതോടുകൂടി വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറ്റം പറയുന്നതോടൊപ്പം തന്നെ നമ്മളിവർ ചെയ്ത നല്ല കാര്യങ്ങളോട് പറയണം. വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ബാഗേജ് ഹാൻഡ്ലിങ്ങും അതേപോലെ തന്നെ എയർക്രാഫ്റ്റ് ക്ലീനിങ്, ബാക്കിയുള്ള പല സംഭവങ്ങൾ, കാർഗോ ഡീലിംഗ്, അങ്ങനെയുള്ള പല കാര്യത്തിലും കാര്യക്ഷമത വർദ്ധിക്കുകയും കൂടുതൽ ടെക്നോളജി ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും പല സംഭവങ്ങൾ ഇവർ കൂടുതലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മളുടെയൊക്കെ യാത്രകൾ വളരെ സുഗമമാക്കുന്നതിന് പല കാര്യങ്ങളും ഈ സെലബി എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് നമ്മുടെ മുംബൈ എയർപോർട്ടിൽ വലിയൊരു മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സെലബി എന്ന് പറയുന്ന കമ്പനി നടത്തിയതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവർ മെയിനായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കട്ടിംഗ് എഡ്ജ് ഇലക്ട്രിക് ഗ്രൗണ്ട് സപ്പോർട്ട് എക്യുപ്മെൻ്റ് ഒക്കെ കൊണ്ടുവന്ന് മുംബൈ എയർപോർട്ടിൻ്റെ ഓപ്പറേഷൻസ് വളരെ ബെറ്റർ ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗ്രീൻ പുഷ് സസ്റ്റൈനബിലിറ്റി ഫോക്കസ് എന്ന് പറഞ്ഞൊരു പരിപാടി, അതായത് ഈ സെലബി എയർപോർട്ട് സർവീസുകൾക്കായിട്ട് യൂസ് ചെയ്യുന്ന 40% വരുന്ന ഗ്രൗണ്ട് സപ്പോർട്ട് ഫ്ലീറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംഭവങ്ങളാണ്. അത് ഒരു ഗ്രീൻ സംഭവത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പുതിയതായിട്ട് വരുന്ന അപ്കമിങ് എയർപോർട്ട്സ് ആയിട്ടുള്ള നോയിഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതേപോലെ തന്നെ നവി മുംബൈയിലെ പുതിയ എയർപോർട്ട്, ഇതിൻ്റെയൊക്കെ ബിഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഓൾറെഡി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്യുന്നതിന് വേണ്ടി സെലബിക്ക് ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കണം. ഈയിടെ നടന്ന വിങ്സ് ഇന്ത്യ ഏവിയേഷൻ സമ്മിറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ ഇന്ത്യയിലെ ബെസ്റ്റ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസ് പ്രൊവൈഡറായിട്ട് സെലബിനെ ആക്ച്വലി തിരഞ്ഞെടുത്തത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു അവർക്ക്. സെലബിയുടെ മെയിൻ ഫോക്കസ് ആയിട്ട് അവരുടെ ഒരു കമ്പനി പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങൾ ഡിജിറ്റലൈസേഷൻ ആയിരുന്നു. അതായത് സ്മാർട്ട് ബാഗേജ് ട്രാക്കിംഗ്, ഓട്ടോമാറ്റിക് ലോഡിംഗ് സിസ്റ്റംസ്, പിന്നെ AI ഡ്രിവൺ ഫ്ലൈറ്റ് കോർഡിനേഷൻ ടൂൾസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്ന് നമ്മുടെ ആ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വലിയൊരു ഹ്യൂജ് ചേഞ്ചസ് വരുത്താനുള്ള ശ്രമത്തിലായിരുന്നു സെലബി എന്ന് പറയുന്ന കമ്പനി. ഇനിയിപ്പോൾ അത് എത്രത്തോളം മുന്നോട്ട് പോകും, ഏത് രീതിയിലായിരിക്കും അതിൻ്റെ ഫ്യൂച്ചർ എന്നൊന്നും നമുക്കറിയില്ല. കണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങളും. ഇനി ഇപ്പോൾ നടക്കുന്ന കോൺട്രവേഴ്സികളെ കുറിച്ച് പറയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നമുക്ക് ഈ സെലബി എയർപോർട്ട്
എയർപോർട്ട് സർവീസസ് ഇന്ത്യ എന്ന് പറയുന്ന ഈ കമ്പനിക്കുള്ള അവരുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് റിവോക്ക് ചെയ്തതായിട്ട് ഒരു ഉത്തരവ് കൊണ്ടുവന്നിരുന്നു. അത് നാഷണൽ സെക്യൂരിറ്റി കൺസേൺസിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ എയർപോർട്ടുകളിലുള്ള സെക്യൂരിറ്റി ക്ലിയറൻസ് റിവോക്ക് ചെയ്യുന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത്തരത്തിൽ സെക്യൂരിറ്റി ക്ലിയറൻസ് എയർപോർട്ടുകളിൽ അവരുടെ കമ്പനിയുടെ റിവോക്ക് ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ട് സെലബി എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഇവിടുത്തെ എയർപോർട്ടുകളിൽ പ്രവർത്തിക്കാൻ പറ്റാതാകേണ്ടി വരും എന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 കണക്കിനല്ല 1000 കണക്കിന് വിമാനങ്ങളെയും വിമാന സർവീസുകളെയും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളെയും ഒക്കെ വളരെയധികം ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരികയാണെങ്കിൽ ധാരാളം വിമാനങ്ങൾ ക്യാൻസൽ ആവാനും ഡിലേ ആവാനും ഒക്കെയുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇവരുടെ കമ്പനിക്ക് ഓൾട്ടർനേറ്റീവായിട്ട് അവരുടെ ജീവനക്കാരെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെയോ വെച്ചിട്ട് എയർ ഇന്ത്യ സാറ്റ്സ് പോലെയുള്ള മറ്റ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾക്ക് ഈ വിമാന കമ്പനികൾ കരാർ കൊടുക്കുകയും അല്ലെങ്കിൽ താൽക്കാലികമായിട്ടാണെങ്കിലും ഇവരെ മറ്റ് സേവനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് ഈ വലിയ ക്യാൻസലേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു ഉത്തരവ് വന്നതോടുകൂടി എന്തൊക്കെ നടക്കും എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഡൽഹി, മുംബൈ, അഹമ്മദാബാദ് ഓൾറെഡി സെലബിയുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തതായിട്ട് അറിയിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ മുംബൈ, അഹമ്മദാബാദ് എയർപോർട്ടുകൾ അദാനി ഗ്രൂപ്പിൻ്റെ കീഴിലാണല്ലോ, അവരും ഓൾറെഡി സെലബിയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ വന്നതോടുകൂടി നിർത്തി എന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ പുറപ്പെടുവിച്ച് കഴിഞ്ഞു. 2020 സെലബി കമ്പനിയിൽ ഒരു വലിയൊരു ലേബർ ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ അതൊക്കെ പിന്നീട് സോൾവ് ചെയ്ത് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും 2025 നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ സപ്പോർട്ടായിട്ട് നമ്മുടെ തുർക്കി വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിഷ് കമ്പനികൾക്ക് വലിയ ക്ഷീണമാണ് വന്നിരിക്കുന്നത്. അത് ഗവൺമെൻറ് ഡിസിഷൻസ് അവിടുത്തെ വലിയ വലിയ ഭീമന്മാരെ എത്രയധികം അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി കാണുന്നത്. ശരിക്കും നമ്മൾ ഈ സെലബി എന്ന് പറയുന്ന പോലെ ലോകത്തിലെ നമ്പർ 1 വിമാന സർവീസുകളിലൊന്നാണ് തുർക്കിഷ് എയർലൈൻസ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ഇൻഡിഗോയൊക്കെ ഓൾറെഡി പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ള തുർക്കിഷ് എയർലൈൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിമാന കമ്പനികളിലെ അതിഭീകരനായിട്ടുള്ള ഒരാളാണ്. തുർക്കിഷ് എയർലൈൻസ് ചില്ലറക്കാരനല്ല എന്നുള്ളൊരു ടോപ്പിക്കിൽ ഞാൻ നാളെ തന്നെ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. എന്തായാലും ഈ ഒരു സെലബി എന്താണ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും താങ്ക് യു സോ മച്ച്. വി വിൽ സീ യു ഗൈസ് ടുമോറോ വിത്ത് അനദർ വീഡിയോ. ബൈ.